എ ഡേ ഇൻ മൈ ലൈഫ്. ഈ ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യുന്ന സമയത്താണ് എൻ്റെ ഡേ ഇത്രയേ ഉള്ളൂ, ഞാൻ ഇത്രയേ ഒരു ദിവസം ചെയ്യുന്നുള്ളൂ എന്നെനിക്കൊരു ഫീൽ വന്നു. പക്ഷേ ഇതിൽ എനിക്ക് എൻ്റെ ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങൾ എനിക്കിതിൽ സ്പോട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ലല്ലോ. അതുകൊണ്ട് എൻ്റെ അൺഒഫീഷ്യലായിട്ടുള്ള ഒരു പ്രോപ്പർ ഡേ റുട്ടീൻസ് എങ്ങനെയാണ് പോകുന്നത് എന്ന് മാത്രമേ ഇതിലുള്ളൂ. രാവിലെ എണീറ്റിട്ട് എല്ലാം ലക്കീൻ്റെ അടുത്തൊരു ടാറ്റ പറഞ്ഞ് അവൾക്കുള്ള ഫുഡ് കൊടുത്തിട്ട് ഓഫീസിൽ പോകും. ദെൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് ഡയറക്റ്റ് ഓഫീസിലേക്ക് കയറുക. ഓഫീസിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ ഇഷ്ടപ്പെട്ട ഒരു നല്ല മ്യൂസിക് വെച്ച് കേൾക്കും. അതിലാണ് എൻ്റെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ ഫസ്റ്റ് എൻ്റെ ലിങ്ക്ഡിൻ ബേസ് ചെയ്തിട്ടുള്ള അക്കൗണ്ട്സാണ് ഞാൻ ചെക്ക് ചെയ്യുക. അതിൻ്റെ ഒക്കെ ഒരു അപ്ഡേറ്റ് നോക്കിയതിന് ശേഷം ബാക്കി വർക്കിലേക്ക് കടക്കും. ദെൻ അതിനുശേഷം ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കും. ഇപ്പം ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് കാണുന്ന സമയത്ത് ഏറ്റവും കൂടുതലായിട്ട് ചെയ്യുന്നത് രാവിലെ എണീക്കുന്നു, മറ്റേ നിഖില വിജയം പറഞ്ഞ പോലെ തന്നെ രാവിലെ എണീക്കുന്നു, കിടന്നുറങ്ങുന്നു, ഫുഡ് കഴിക്കുന്നു, ആ ഒരു മെറ്റീരിയൽ ഇല്ലേ, അതുപോലെ ആയിട്ട് നിങ്ങൾക്ക് തോന്നും. പക്ഷേ അങ്ങനെയല്ല. ദെൻ അതിന് ശേഷം ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഓഫീസിലെ ബാക്കി പണികളെല്ലാം തീർത്ത് കുറച്ച് നേരത്തെ ഓഫീസിൽ നിന്ന് ഇറങ്ങി. സൺഡേ ആയതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങി. ദെൻ അതിനുശേഷം ലക്കിയുടെ കൂടെ കുറച്ച് നേരം കളിക്കുന്നു, ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുന്നു. ദെൻ ഈവനിങ് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നു. ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കൊച്ചിയിലെ ഈ സ്പോട്ട് എല്ലാവർക്കും അറിയുമായിരിക്കും. നമ്മുടെ ആ ഒരു കായലിൻ്റെ ഒരു ആംബിയൻസൊക്കെ വെച്ചിട്ട് ഞങ്ങൾ നല്ല ചായയും പഴംപൊരിയൊക്കെ കഴിച്ചു. അതിനുശേഷം ഞങ്ങൾ കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ചു. പക്ഷേ മഴ ചതിച്ചു. ഞങ്ങളുടെ ഒരു ആംബിയൻസ് തകർക്കാനായിട്ട് അന്ന് മഴ പെയ്തു, നല്ല രീതിക്ക് മഴ പെയ്തു. ഞങ്ങളെല്ലാവരും കൂടി ഒരു സ്ഥലത്തേക്ക് നിന്ന് മഴയൊക്കെ കഴിഞ്ഞതിന് ശേഷം പോയി. പിന്നെ എത്തിയതിനു ശേഷം അക്കുവിനെ ലക്കിയെ കുറച്ച് പേടിയുണ്ടായിരുന്നു. ആ പേടിയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് നേരം അവൻ്റെയും ലക്കീനെയും കൂടി മിങ്കിൾ ചെയ്യിപ്പിച്ചു. അവനിപ്പം ഓക്കെ ആയി, ലക്കി അവനും സെറ്റായി. ദെൻ നൈറ്റ് ഡിന്നർ കഴിക്കാൻ വേണ്ടി പോയി. ഡിന്നർ കഴിച്ചു. അവിടുത്തെ പൊറാട്ടയും ഒരു മുട്ടക്കറിയായിരുന്നു കഴിച്ചത്. ദെൻ അതിനുശേഷം ഞങ്ങളൊരു നൈറ്റ് ഡ്രൈവ് ഞാനും ഗോകും കൂടി മാത്രം, അത് ഞങ്ങളുടെ ഡെയിലി ഒരു ടൈം സ്പെൻഡ് ചെയ്യുന്നത്. നിങ്ങൾ നൈറ്റ് ഡ്രൈവ് ആയിരിക്കും, അല്ലെങ്കിൽ ബെഡിലിരുന്ന് സംസാരിക്കുക, അത് ഞങ്ങളുടെ സമയമായിരിക്കും. ദെൻ അതിനുശേഷം ഞങ്ങൾ വീട്ടിലേക്ക് പോയി